ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടീൻസ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഷരാര പെലാസോ പാൻറ്റും ടോപ്പും സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ടോപ്പാണ് കട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ക്ലോത്തിനെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ 21 ഇഞ്ച് വിഡ്ത്തിൽ 2 ലെയറായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ 2 ലെയറായിട്ട് ഫോൾഡ് ചെയ്തത് ഒന്നും കൂടെ ഫോൾഡ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ വിഡ്ത്തുള്ളത് 10.5 ആണ്. ഫോൾഡ് ചെയ്തപ്പോൾ ഈ ക്ലോത്തിൽ ക്ലോസ് എൻഡും ഓപ്പൺ എൻഡും കിട്ടിയിട്ടുണ്ട്. ക്ലോസ് എൻഡിലാണ് നമുക്ക് നെക്ക് മാർക്ക് ചെയ്യേണ്ടത്. നെക്കിൻ്റെ വിഡ്ത്തും ലെങ്ത്തും ഒക്കെ 3 ഇഞ്ചസ് ആണ് എടുക്കുന്നത്. ഇനി ക്ലോസ് എൻഡിൽ നിന്ന് തന്നെയാണ് ഷോൾഡർ മാർക്ക് ചെയ്യേണ്ടത്. ഷോൾഡർ പോയിന്റിൽ നിന്ന് താഴേക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം. 14 ഇഞ്ച് ലെങ്ത്തിലാണ് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യേണ്ടത്. 9 ഇഞ്ചസ് ആണ് വേസ്റ്റ് റൗണ്ട് എടുത്തിട്ടുള്ളത്. 20 ഇഞ്ചസ് ലെങ്ത്തിൽ 10 ഇഞ്ചസ് വിഡ്ത്താണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി മാർക്ക് ചെയ്തതൊന്ന് ഷേപ്പാക്കി വരച്ചെടുക്കാം. ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത് എടുത്തിട്ടുള്ളത് 39 ഇഞ്ചസ് ആണ്. ഇനി നമുക്ക് മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്യാം. ഇപ്പോൾ ഇതാ ടോപ്പിൻ്റെ മെയിൻ പാർട്ട് കട്ട് ചെയ്തു. ഓപ്പൺ എൻഡിൽ ജോയിൻ ആയിട്ടുള്ള പീസും കട്ട് ചെയ്തിട്ടുണ്ട്. നെക്കും കട്ട് ചെയ്തു. ഇനി ടോപ്പിനുള്ള ലൈനിങ് ഇതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ലൈനിങ്ങിൻ്റെ പീസിൽ ഇപ്പോൾ നെക്ക് കട്ട് ചെയ്തിട്ടില്ല. ഇനി അടുത്തായിട്ട് കട്ട് ചെയ്യാൻ പോകുന്നത് സ്ലീവിനുള്ള ക്ലോത്താണ്. സ്ലീവിൻ്റെ ലെങ്ത് ഉള്ളത് 12 ഇഞ്ചസ് ആണ്. സ്ലീവിൻ്റെ ഷോൾഡർ ഭാഗം ഷേപ്പായി കിട്ടാൻ വേണ്ടിയിട്ട് ബോഡി പാർട്ട് വെച്ച് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. കൈയിൻ്റെ മുട്ട് വരെ നോർമലായിട്ടുള്ള സ്ലീവാണ്. താഴേക്ക് ഫ്രില്ലായിട്ടുമാണ് ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 12 ഇഞ്ചസ് ലെങ്ത് വരുന്നത്. സ്ലീവിൻ്റെ വിഡ്ത്ത് 6 ഇഞ്ചസ് മാർക്ക് ചെയ്ത് ഷേപ്പാക്കി വരയ്ക്കാം. ഇപ്പോൾ ഇതാ സ്ലീവിൻ്റെ ഫസ്റ്റ് പാർട്ടും കട്ട് ചെയ്തെടുത്തു. ഇനി സ്ലീവിലേക്കുള്ള ഫ്രില്ല് പാർട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഫ്രില്ല് പീസിൻ്റെ വിഡ്ത്ത് ഉള്ളത് 5.5 ആണ്. ലെങ്ത് ഉള്ളത് 25 ഇതേപോലത്തെ 2 പീസ് ഉണ്ട് 2 സ്ലീവിലേക്കായിട്ട്. മുകൾ ഭാഗത്തെ പീസും ലൈനിങ്ങിൻ്റെ പീസും കൂടെ ചേർത്ത് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ബാക്ക് നെക്കിൽ ഒരു ഹൂക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് കട്ട് കൊടുക്കാം. ഇനി ഈ പീസിൻ്റെ മുകളിൽ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ വെച്ചാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്തു. നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ലൈനിങ് കട്ട് ചെയ്ത് ഒഴിവാക്കാം. നെക്ക് നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മറിച്ചെടുക്കാം. മറിച്ചതിന് ശേഷം നെക്കിൻ്റെ അരികിലൂടെയും സ്റ്റിച്ചിങ് കൊടുക്കാം. ഇപ്പോൾ ഇതാ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. നെക്കൊന്ന് ഡിസൈൻ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ലേസ് നെക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ഇതാ നെക്കിൽ ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്തു. ഈ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പാർട്ട് വെച്ച് അതിൻ്റെ മുകളിലേക്ക് ബാക്ക് പാർട്ടും വെച്ച് ഷോൾഡറും ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്.
ഇപ്പോൾ ഇതാ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇതാ ഇതേപോലെ അടിയിലെ ക്ലോത്തിനെ നീക്കിയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇവിടെയും നേരത്തെ ചെയ്തതുപോലെ തന്നെ നെക്കിൽ നിന്ന് ലൈനിങ് കട്ട് ചെയ്ത് ഒഴിവാക്കാം. എന്നിട്ട് ചെറുതായി കട്ടിട്ടതിന് ശേഷം നമുക്ക് മറിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ മറിച്ചെടുത്തു. ഇനി ഇതിൻ്റെ അരികിലൂടെയും സ്റ്റിച്ചിങ് കൊടുക്കണം. ഇതിപ്പോൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ച പീസുകളാണ്. ഇതിൽ ഫ്രില്ല് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ ലോക്ക് ചെയ്തെടുക്കണം. ദാ ഈ പീസിൻ്റെ തായ്ഭാഗം ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രില്ല് പീസിൻ്റെയും ഒരു സൈഡിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രില്ലാക്കിയതിന് ശേഷം സ്ലീവിൻ്റെ മുകളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഫ്രില്ലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിൽ ലൂസായിട്ടുള്ളൊരു സ്റ്റിച്ചിങ് കൊടുക്കാം. ത്രെഡ് ടെൻഷൻ ഡയൽ 9 വെച്ചാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതാ ലൂസായിട്ടുള്ളൊരു സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസ് ഫ്രില്ലാക്കി അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഇതാ ഈ പീസ് ഫ്രില്ലാക്കിയതിന് ശേഷം 2 സൈഡിലും ലേസ് അറ്റാച്ച് ചെയ്ത് ഈ പീസ് സ്ലീവിലേക്കും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്ലീവ് ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഷോൾഡർ പോയിൻറ്റിൽ വെച്ച് 2 സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്യാം. സ്ലീവിൻ്റെ സെൻറ്റർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറുതായിട്ടൊരു കട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ഇതാ ഈ 2 സ്ലീവും ബോഡി പാർട്ടിലേക്ക് യോജിപ്പിച്ചു കഴിഞ്ഞു. ഇനി ഈ ടോപ്പിൻ്റെ സൈഡ് ഓപ്പൺ വരെ യോജിപ്പിച്ചു കൊടുക്കണം. ഇതാ ഇപ്പോൾ ടോപ്പിൻ്റെ സൈഡും യോജിപ്പിച്ചു. ഇനി നമുക്ക് ഈ ടോപ്പിൻ്റെ സൈഡ് ഓപ്പണും തായ്ഭാഗത്തേക്കുമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഉൾവശത്തേക്ക് 2 മടക്ക് മടക്കിയിട്ട് സ്റ്റിച്ചിങ് കൊടുക്കാം. ഒരു പാർട്ടിൻ്റെ തായ്ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി മറ്റേ പാർട്ടിലേക്ക് തുടർച്ചയായിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. സ്റ്റിച്ച് ചെയ്ത് സൈഡ് ഓപ്പൺ പോയിന്റിലെത്തുമ്പോൾ സൂചി കുത്തി വെച്ച് ക്ലോത്തിനെ തിരിച്ച് സ്റ്റിച്ച് ചെയ്യണം.
ഇപ്പോൾ ഇതാ ടോപ്പിൻ്റെ 2 സൈഡും സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്തെടുത്തു. ടോപ്പിൻ്റെ തായ്ഭാഗത്ത് ലേസ് വെച്ച് ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലേസ് വെച്ച് ഡിസൈൻ ചെയ്ത് നോക്കാം. ഈ ഗോട്ടാപ്പാട്ടി ലേസ് വെച്ചാണ് ഡിസൈൻ ചെയ്യുന്നത്. ഫ്രണ്ട് പാർട്ടിൽ സൈഡ് ഓപ്പണിൽ നിന്ന് താഴേക്കും തായ്ഭാഗത്തും ഒരേ ടൈപ്പ് ഡിസൈനാണ് ചെയ്യുന്നത്. തായ്ഭാഗത്ത് അതിൻ്റെ മുകളിൽ 2 ലൈനായിട്ട് മറ്റൊരു ഡിസൈനിലുള്ള ലേസുമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ ടോപ്പിൻ്റെ തായ്ഭാഗത്ത് മടക്കി സ്റ്റിച്ച് ചെയ്യുകയും ലേസും അറ്റാച്ച് ചെയ്തു. ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. ഇനി അടുത്തായിട്ട് കട്ട് ചെയ്യാൻ പോകുന്നത് പാൻറ്റിനുള്ള പീസാണ്. പാൻറ്റ് 2 പാർട്ടായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. മുകൾ ഭാഗത്തേത് ഫസ്റ്റ് പാർട്ടും കാൽമുട്ടിൽ നിന്ന് താഴേക്ക് ഫ്രില്ല് പാർട്ട് സെക്കൻഡ് പാർട്ടുമാണ്. പാൻറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 4 ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ച പീസാണിത്. ഇതിൻ്റെ വിഡ്ത്ത് 14 ഇഞ്ചസും ലെങ്ത്ത് 22 ഇഞ്ചസുമാണ്. ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് കൂട്ടിയാണ് അളവെടുക്കുന്നത്. ആദ്യം തന്നെ അരവണ്ണം 11 ഇഞ്ചസാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് അരവണ്ണം മുതൽ ക്നോച്ച് വരെയുള്ള ഭാഗമാണ് മാർക്ക് ചെയ്യേണ്ടത്. 16 ഇഞ്ചസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ക്നോച്ച് വരെയുള്ള ഈ ഭാഗം ഒന്ന് ഷേപ്പാക്കി വരയ്ക്കാം. കാൽമുട്ടിൻ്റെ ഭാഗത്തുള്ള വിഡ്ത്ത് 12 ഇഞ്ചസിൽ മാർക്ക് ചെയ്യാം. ക്നോച്ചിൽ നിന്നും കാൽമുട്ടിൻ്റെ പോയിന്റിലേക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്യാം. തായ്ഭാഗത്ത് ഇവിടെ കട്ട് ചെയ്ത് വേർപെടുത്താം. ഇനി നമുക്ക് പാൻറ്റിൻ്റെ തായ്ഭാഗത്തേക്കുള്ള ഫ്രില്ല് പാർട്ടാണ് റെഡിയാക്കേണ്ടത്. ഫ്രില്ലായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 10 ഇഞ്ചസ് വിഡ്ത്തിലുള്ള 2 ഫോൾഡ് ആയിട്ടുള്ള പീസാണിത്. ഈ പീസിൻ്റെ ലെങ്ത് ഉള്ളത് 22 ഇഞ്ചസ് ആണ്. ഇതേപോലത്തെ 2 പീസുകൾ എടുത്തിട്ടുണ്ട് 2 കാലിനും കൂടെ വേണ്ടിയിട്ട്. ഫസ്റ്റ് ലെയർ ഫ്രില്ലിൻ്റെ ലെങ്ത്താണ് 22 ഇഞ്ചസ്. സെക്കൻഡ് ലെയർ ഫ്രില്ലിന് അതിലും കൂടുതൽ ലെങ്ത് എടുക്കണം. ഫ്രില്ലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ അരികിലൂടെ ലോക്ക് ചെയ്തെടുക്കണം. ഫസ്റ്റ് ലെയർ ഫ്രില്ല് പീസിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് ലോക്ക് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇത് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രില്ലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ലൂസായിട്ടുള്ള സ്റ്റിച്ചിങ് കൊടുക്കണം. അതായത് ത്രെഡ് ടെൻഷൻ ഡയൽ 9 വെച്ചാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത് ലൂസായിട്ടുള്ള സ്റ്റിച്ചിങ് കൊടുത്തു. ഇനി ഇത് ഫ്രില്ലാക്കി അഡ്ജസ്റ്റ് ചെയ്യണം. സ്റ്റിച്ചിങ് കൊടുത്തതിൻ്റെ സൈഡിൽ ഇതേപോലെ 2 ത്രെഡ് ഉണ്ടാകും. അതിലൊരു ത്രെഡിനെ കൈകൊണ്ട് വലിച്ചു നീക്കിയാണ് ഫ്രില്ലാക്കേണ്ടത്. 22 ഇഞ്ചസ് ലെങ്ത്തുള്ള ഈ പീസ് കാൽമുട്ടിൻ്റെ വിഡ്ത്ത് 12 ഇഞ്ചസിലേക്ക് കണക്കാക്കി ഫ്രില്ലാക്കി എടുക്കണം. ഫസ്റ്റ് പാർട്ടിൻ്റെ തായ്ഭാഗത്തേക്ക് കണക്കാക്കിയാണ് ഫ്രില്ല് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഒരു സ്പേസിലേക്ക് കറക്റ്റാക്കി ഫ്രില്ല് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഫസ്റ്റ് പാർട്ടിൻ്റെ മുകളിൽ വെച്ച് ഇനി ഇതിൽ വെക്കാനുള്ള ലേസും വെച്ച് സ്റ്റിച്ച് ചെയ്യാം. പാൻറ്റിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് മാത്രമേ ലേസ് കൊടുക്കുന്നുള്ളൂ, ബാക്ക് ഭാഗത്തേക്ക് ലേസ് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് ഫ്രില്ല് സ്റ്റിച്ച് ചെയ്തു. സെക്കൻഡ് പാർട്ട് ഫ്രില്ലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഫ്രില്ലിൻ്റെ ലെങ്ത് എടുക്കുന്നത് 22 ഇഞ്ചസിൻ്റെ ഇരട്ടി 44 ഇഞ്ചസ് ആണ്. ഇപ്പോൾ ഈ 44 ഇഞ്ചസ് പീസ് ഫ്രില്ലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫസ്റ്റ് പാർട്ട് ഫ്രില്ലിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ സെക്കൻഡ് പാർട്ടിൻ്റെ മുകളിൽ വെക്കാനുള്ള ലേസും സ്റ്റിച്ച് ചെയ്യണം. ഇപ്പോൾ സെക്കൻഡ് പാർട്ടിൻ്റെയും ലേസും ഫ്രില്ലും ഒക്കെ അറ്റാച്ച് ചെയ്തു. ഇനി നമുക്ക് പാൻറ്റിൻ്റെ തായ്ഭാഗത്ത് ഇതേപോലെ ഒന്ന് ഉൾവശത്തേക്ക് മടക്കി ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം.
ഇപ്പോൾ ഇതാ പാൻറ്റിൻ്റെ തായ്ഭാഗവും സ്റ്റിച്ച് ചെയ്തു. ഇപ്പോൾ പാൻറ്റിൻ്റെ ലേസിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻറ്റിൻ്റെ 2 കാലിൻ്റെയും സൈഡ് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ പാൻറ്റ് ഞാൻ മറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതേപോലെ വെച്ച് സൈഡ് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തു. നല്ല വശവും ഒരുമിച്ച് വെച്ച് അരവണ്ണം മുതൽ ക്നോച്ച് വരെയുള്ള ഭാഗം യോജിപ്പിക്കാം. ഇതാ ഇതേപോലെ പിടിച്ച് 2 സൈഡും സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ഇത് അരവണ്ണം മുതൽ ക്നോച്ച് വരെയുള്ള ഭാഗവും നമ്മൾ യോജിപ്പിച്ചു. ഇനി നമുക്ക് പാൻറ്റിൻ്റെ മുകൾ ഭാഗത്ത് ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. ഇലാസ്റ്റിക് വെച്ച് ഉൾവശത്തേക്ക് മടക്കിയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതാ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കംപ്ലീറ്റ് ആയി. നേരത്തെ ടോപ്പ് ഡിസൈൻ ചെയ്തതാണ്. ഇതേപോലെ ഫ്രില്ലും ലേസും ഒക്കെ യൂസ് ചെയ്ത് മറ്റു ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ കണ്ടു നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കൂ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.